നമുക്കിന്ന് ഹെൽത്തിയായ ടേസ്റ്റിയായ ഒരു സാലഡ് ഉണ്ടാക്കിയാലോ? രാത്രി ഭക്ഷണം ഒഴിവാക്കേണ്ടവർക്ക് അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്ന പോഷക സമ്പുഷ്ടമായ ഒരു സാലഡാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഒരു കപ്പ് നിലക്കടല നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. നിലക്കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, 2 ക്യാരറ്റ്, പിന്നെ ചെറിയൊരു കുക്കുംബർ, ചെറിയൊരു കഷ്ണം കാബേജ്. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് കപ്പലണ്ടി നന്നായിട്ട് വെന്ത് കിട്ടും. കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം നമുക്കൊരു ചീഞ്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ മാറ്റാം. അടുപ്പത്ത് വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വട്ടത്തിലരിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചന മസാല. ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ചാട്ട് മസാല ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചന മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. 5-10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. ഒട്ടും വെള്ളം ചേർക്കരുത്, ആവി കയറ്റിയെടുക്കാനേ പാടുള്ളൂ. അതുപോലെ ഈ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് വേവാനേ പാടുള്ളൂ. ആവി കയറ്റിയതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച കപ്പലണ്ടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ചെറുനാരങ്ങയുടെ പകുതി, അര ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം കേട്ടോ. കാരണം പുളിരസം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിരസം ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് അതിൻ്റെ നീര് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇതിലുള്ള എല്ലാ പച്ചക്കറികളുടെയും കപ്പലണ്ടിയുടെയും ഒക്കെ ക്വാണ്ടിറ്റി അവനവൻ്റെ ഇഷ്ടം പോലെ കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ സാലഡ് റെഡി ആയിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ നമുക്കിത് കഴിക്കാം. വിശപ്പും മാറും, പിന്നെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളും കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സാലഡ്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.